റിപ്പോർട്ട് ഇംപാക്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ട്രോമ ICU വാർഡുകളിലെ ദുരിതം റിപ്പോർട്ട് വാർത്തയാക്കിയതിന് പിന്നാലെ നടപടി. കൂട്ടിയിട്ട് ICU ബെഡുകൾ മാറ്റി, ക്ലീനിംഗ് ജോലികളും തുടങ്ങി. ട്രോമ കെയർ ICU ബുധനാഴ്ച തുറക്കും. സർജിക്കൽ ICU തുറക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. MG പ്രതീഷ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. പ്രതീഷ്, റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ഒരു വാർത്തയൊന്നും നൽകേണ്ടതല്ല, അതിലല്ലാതെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണിത്. എന്തായാലും റിപ്പോർട്ടറിന്റെ വാർത്തയാക്കിയതിന് പിന്നാലെ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ? ശ്രുതി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാർച്ച് 17-ാം തീയതിയായിരുന്നു തീപിടുത്തമുണ്ടായത്. പക്ഷേ തീപിടുത്തമുണ്ടായി ഒരു മാസം കഴിഞ്ഞിട്ടും പ്രധാനപ്പെട്ട ICU വാർഡുകൾ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന് പിന്നാലെ 24 റിപ്പോർട്ടർ ഇന്നലെ വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ കൂട്ടിയിട്ട നിലയിലായിരുന്നു ICU വെന്റിലേറ്റർ ബെഡുകൾ ഉണ്ടായിരുന്നത്. ആ ബെഡുകൾ അവിടെ നിന്ന് നീക്കം ചെയ്തു. അവിടുത്തെ ആ വാർഡുകൾ ഉൾപ്പെടെ ക്ലീനിങ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ ട്രോമ കെയർ ICU ബുധനാഴ്ച തുറക്കും എന്നാണ് നിലവിൽ മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ സർജിക്കൽ ICU വാർഡ് തുറക്കുന്നതിൽ ചില കാലതാമസം ഉണ്ടാകുമെന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം അവിടെ UPS-ൻ്റെയും ഒപ്പം ഓക്സിജൻ സപ്ലൈയുടെയും പരിശോധനാ നടപടികൾ പൂർത്തിയായിട്ടില്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും PWD വിഭാഗവുമാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ ചെയ്യേണ്ടത്. അവർ വരുത്തിയ കാലതാമസമാണ് ഇതിന് കാരണം എന്നതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുന്നത്. ഈ തുണി വലിച്ചു കെട്ടിയ നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ICU വെന്റിലേറ്റർ വാർഡുകൾ പ്രവർത്തിച്ചിരുന്നത്. ഇത് വലിയ വാർത്തയായതിന് പിന്നാലെ വലിയ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം ഈ പൂട്ടിയ വാർഡുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നതാണ് നിലവിൽ മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.